എല്ലാ ഭക്തന്മാർക്കും എൻ്റെ കോടി കോടി പ്രണാമം. നിങ്ങളെല്ലാവരെയും കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. രാവിലെ തന്നെ എല്ലാവരും റെഡിയായിട്ട് സത്സംഗത്തിൽ പങ്കെടുക്കാൻ വരുന്നത് കാണുമ്പോൾ ഇത് ഭഗവാന്റെ കൃപ കൊണ്ട് കണ്ടിന്യൂ ചെയ്യട്ടെ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഇത് നമ്മുടെ മുജ്ജന്മ സുഹൃത ഫലങ്ങളായിട്ടാണ്. ഇപ്പോ കേരളത്തിൽ ആകെ കൂടിയിട്ട് 60 പേരേ ഉള്ളൂ. ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഇതിൽ പങ്കെടുക്കാൻ പറ്റിയിരിക്കുന്നത് 60 പേർക്കാണ്. 58 പേരിരിക്കുന്നു. അപ്പൊ ഈ 58 പേർക്കും ഭഗവാന്റെ കൃപ അല്ലെങ്കിൽ നമ്മുടെ മുജ്ജന്മ സുകൃത ഫലമായിട്ട് ഭഗവാന്റെ കൃപ നമുക്ക് കിട്ടിയിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ സത്സംഗത്തിൽ പങ്കെടുക്കുന്നത്. അതിന് ഒരുപാട് നന്ദിയുണ്ട്. ശ്രീല പ്രഭുപാദ് അല്ലെങ്കിൽ ശ്രീല ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ മൂവ്മെന്റ്, ചൈതന്യ മഹാപ്രഭു പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ജാരേ ദേഖോ താരേ കഹോ കൃഷ്ണ ഉപദേശ്. എവിടെ പോയാലും ആരെ കണ്ടാലും ഭഗവാനെ കുറിച്ച് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും, നിങ്ങൾ ഓരോരുത്തരും അതിന് പ്രാപ്തരാണ്. നിങ്ങൾ ഓരോരുത്തരും ആരെ കണ്ടു കഴിഞ്ഞാലും ഭഗവാന്റെ, അതായത് ഭഗവാന്റെ മഹിമ പറയണം. അതേമാതിരി ഭഗവാന്റെ തിരുനാമത്തിന്റെ മഹിമ പറഞ്ഞു കൊടുത്ത് അവരേനെ നിങ്ങൾ നാമം ജപിക്കാൻ പ്രാപ്തരാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു സമ്പത്ത് തന്നെയാണത്. ഭഗവാൻ തീർച്ചയായിട്ടും നിങ്ങളിൽ പ്രസന്നനാകും. അപ്പോ അതാണ് നമ്മുടെ മൂവ്മെന്റ് ചെയ്യുന്നത്. ഈ ആദികർത്ത പ്രഭു അതേമാതിരി മറ്റ് ഡിവോട്ടീസ് എല്ലാം എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, കുറെ ആളുകളെ ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. ഭഗവാന്റെ അടുത്തേക്ക് നമ്മൾ കൊണ്ടുവരുന്നതിന്റെ ഫലമായിട്ട് അവർക്ക് നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു സമ്മാനമാണ് കൊടുക്കുന്നത്. ഭഗവാന്റെ അടുത്തേക്ക് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ജന്മമൃത്യു ജരാവ്യാധിയിൽ നിന്ന് മോക്ഷം കൊടുക്കുക എന്നാണ് അർത്ഥം. ആരും വയസ്സാകാനും അല്ലെങ്കിൽ ആർക്കും അസുഖങ്ങൾ വരാനും പിന്നെ ബുദ്ധിമുട്ടുകളൊന്നും ആരും ആഗ്രഹിക്കുന്നില്ല. അപ്പോ ഇതിൽ നിന്നെല്ലാം മുക്തി ലഭിക്കുകയാണ് ഒരുവൻ ഭഗവാന്റെ തിരുനാമം ചൊല്ലാൻ തുടങ്ങുമ്പോൾ. അപ്പൊ ആ തിരുനാമം ചൊല്ലുമ്പോൾ എന്ത് സംഭവിക്കുന്നു, എങ്ങനെ സംഭവിക്കുന്നു, ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ല, എല്ലാവർക്കും അറിയാം. നമ്മൾ എങ്ങനെയോ നമ്മുടെ മുജ്ജന്മ സുഹൃത ഫലമായിട്ട് ഭാഗവതത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ശരീരം സ്വീകരിക്കുന്നുണ്ട്. ഈ ശരീരം സ്വീകരിക്കുന്നത് നമ്മുടെ ഇച്ഛാനുസരണമല്ല. ഭഗവാൻ, അതായത് മഹാവിഷ്ണു ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ശ്വാസത്തിൽ നിന്ന് അദ്ദേഹം ശ്വസിക്കുന്ന, അതായത് ശ്വസിക്കുന്ന സമയത്ത് എല്ലാം ഉള്ളിലേക്ക് പോകുന്നു. അതിനുശേഷം എല്ലാം വെളിയിലേക്ക് വരുന്നുണ്ട്. ഈ വെളിയിലേക്ക് വരുന്നത് നമ്മുടെ ഇച്ഛാനുസരണമല്ല. സകല ആത്മാക്കളും ഉള്ളിൽ ചെന്ന് ചേരുന്നു. ഈവൻ ബ്രഹ്മ വരെയുള്ള ആളുകൾ ഭഗവാന്റെ അടുത്തേക്ക് ചെന്ന് ചേരുന്നുണ്ട്. ആ ബ്രഹ്മ ഭുവനാലോകോ പുനരാവർത്തിനോ അർജുന. അർജുനനോട് ഭഗവാൻ പറയുന്നുണ്ട്, ബ്രഹ്മ മുതല് ചെറിയ ഇറുമ്പ് വരെ അതിനെല്ലാത്തിനും എന്തുണ്ട്, ഈ ജന്മമരണ സൈക്കിളിൽ പോകേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് അത് സ്റ്റോപ്പ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, അതെങ്ങനെയാ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഭഗവാന്റെ തിരുനാമം ചൊല്ലുന്ന സമയം, അതായത് ഭഗവാന്റെ തിരുനാമം ചൊല്ലി 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 നമ്മൾ ഈ ശരീരം ത്യജിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണ്. എന്താണ് പ്രാക്ടീസ് ചെയ്യുന്നത്? നമ്മുടെ ഈ ശരീരം
ത്യജിക്കുന്ന സമയത്ത് ഭഗവാനെ സ്മരിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുകയാണ് നമ്മൾ. അല്ലെങ്കിൽ വലിയ കഷ്ടമുണ്ട്. നമ്മൾ എങ്ങനെയാണോ ഒന്നും പഠിക്കാത്ത കുട്ടികൾ പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ അവനൊന്നും ഓർമ്മ ഉണ്ടാവില്ല, അവൻ്റെ ആൻസർ പേപ്പറിൽ ഒന്നും ഉണ്ടാവില്ല, ചുമ്മാ എന്തെങ്കിലും കുറിച്ച് വെച്ചേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ ഈ പരീക്ഷ, ഈ ജീവിതം എന്ന് പറയുന്ന പരീക്ഷയിൽ നമ്മൾ എന്താണോ പ്രാക്ടീസ് ചെയ്യുന്നത് അത് മാത്രമാണ് നമ്മുടെ ഓർമ്മയിൽ വരുന്നത് മരണസമയത്ത്. അതുകൊണ്ടാണ് ശ്രീല പ്രഭുപാദ നമുക്ക് വളരെ സിമ്പിളായിട്ട്, നിങ്ങൾ ഭഗവാന്റെ തിരുനാമം ചൊല്ലിക്കോളൂ, നിങ്ങൾ മരിക്കുന്ന സമയത്ത് വേറൊന്നും ഓർമ്മ വരില്ല, നിങ്ങൾക്ക് ഭഗവാന്റെ ആ തിരുനാമം മാത്രമേ ഓർമ്മ വരുള്ളൂ. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് ജപിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ജപിക്കുന്നതിന്റെ ഫലമായിട്ട്, ഭഗവാനെ സ്മരിക്കുന്നത് ഫലമായിട്ട് എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് നമ്മുടെ ഒറിജിനൽ പൊസിഷൻ, അതായത് ഈ ആത്മാവിന്റെ ജീവേരെ സ്വരൂപോയ് കൃഷ്ണരെ നിത്യദാസ്, നമ്മൾ ഭഗവാന്റെ നിത്യദാസന്മാരാണ്. ഭഗവാന്റെ നിത്യദാസന്മാരായതുകൊണ്ട് നമ്മൾ ഭഗവാന്റെ നിത്യം ബോസ് അല്ല. ഭഗവാനാണ് ബോസ്, നമ്മളെല്ലാം ദാസന്മാരാണ്. അപ്പോ ഈ ദാസന്മാരായിട്ടുള്ള നമ്മൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഭഗവത് ഭക്തി ചെയ്തുകൊണ്ട് നമ്മൾ, അതായത് ഭക്തി തീവ്രമായിട്ട് തന്നെ ചെയ്യണം. നോർമൽ ഭക്തിയല്ല. തീവ്ര ഭക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീടും കുട്ടികളും എല്ലാവരെയും ഉപേക്ഷിച്ച് പോകും എന്നുള്ളതല്ല തീവ്ര ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തീവ്ര ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിശ്വാസമില്ലാതെ പൂർണ്ണമായിട്ടും ഭഗവാനിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട്, ഒരു തരത്തിലുള്ള അവിശ്വാസവും ഉണ്ടാവാൻ പാടില്ല. എന്തെങ്കിലും ഒരു അവിശ്വാസം ഉണ്ടായെങ്കിൽ, അതായത് ഭഗവാന്റെ തിരുനാമത്തിനോടോ ഭഗവാനോടോ അല്ലെങ്കിൽ ഭഗവാന്റെ പ്രവൃത്തികളോടോ നമുക്ക് അവിശ്വാസം ഉണ്ടാവുകയാണെങ്കിൽ അതിന് ഉത്തമ ഭക്തി എന്ന് പറയാൻ സാധ്യമല്ല. ഉത്തമ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ എന്തു ചെയ്തു നോക്കിക്കഴിഞ്ഞാലും അതൊരിക്കലും ഷെയ്ക്കാവില്ല. അപ്പോൾ ആയതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ ഉത്തമ ഭക്തിയിലേക്ക് വരണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കിട്ടിയ അനുഗ്രഹം വളരെ ശ്രദ്ധയോടുകൂടി യൂട്ടിലൈസ് ചെയ്തിട്ട് നിങ്ങളെല്ലാവരും ആ ഒരു ലെവലിലേക്ക്, ഉത്തമ ഭക്തന്മാരുടെ ലെവലിലേക്ക് വരണം. ഒരു കാര്യം മാത്രം പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു വയ്ക്കണം. നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരിക്കലും ഇമിറ്റേറ്റ് ചെയ്യരുത്. കാരണം സർവസ്യ ചാഹം ഹൃതി സന്നിവിഷ്ടോ മത്ത സ്മൃതി ജ്ഞാനമബോഹനം ച വേദേശ്ച സർവൈർ അഹമേവ വേദ്യോ വേദാന്തഹൃത് വേദവിധേവചാഹം. അപ്പോൾ ഈ കാര്യം മാത്രം എപ്പോഴും ഓർമ്മ ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ ഈ പൂച്ച പാല് കുടിക്കുന്ന മാതിരി ഭക്തി ചെയ്യാൻ പാടില്ല. പൂച്ച പാല് കുടിക്കുമ്പോൾ പൂച്ച കണ്ണടച്ചിട്ടാണ് പാല് കുടിക്കുക. അപ്പൊ അതെന്താ വിചാരിക്കുന്നത്? ആരും കാണുന്നില്ല, ഞാൻ പാല് കുടിക്കുന്നു. പക്ഷേ ഭഗവാന്റെ കരുണയില് നമ്മൾ ചെയ്യുന്ന ഓരോരോ പ്രവൃത്തികളും നോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് സുഹൃതവും പുണ്യവും ഇതെല്ലാം കിട്ടുന്നത്. ഇല്ലെങ്കിൽ പാപികളായി തന്നെ ഇരിക്കേണ്ടി വരും നമ്മൾ. കാരണം അത് ഡിസ്ക്രിമിനേറ്റ്, തരംതിരിക്കാൻ ആളുകളുണ്ട്. അപ്പൊ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവരുത്, ഞാൻ തന്നെയാണ് ഉത്തമ ഭക്തൻ, ബാക്കിയുള്ളവരെല്ലാവരും ഭക്തിയിൽ ഇനീഷ്യൽ സ്റ്റേജിലാണെന്നുള്ള ചിന്തകളൊന്നും നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. മാക്സിമം തിതിക്ഷുവാഹ കാരുണികാഹ മൈത്രേ ചാകില ചന്ദ്രഷു. തിതിക്ഷ, സഹനശക്തി ഉള്ളവനായിരിക്കണം.
കരുണ ഉള്ളവനായിരിക്കണം. ആരോടാണ്? സർവ ജന്തുഷു, എല്ലാ ജന്തുക്കളോടും, സകല ജന്തുക്കളോടും നമുക്ക് എന്തുണ്ടാവണം? കരുണയുണ്ടാവണം. പിന്നെ നമ്മൾ അവരോട് സ്നേഹത്തോടു കൂടി പെരുമാറണം, സഹിഷ്ണുതയോടു കൂടി പെരുമാറണം. അത് എന്ത് ജന്തുക്കളാവട്ടെ, മനുഷ്യജന്തു ആവട്ടെ, നാൽക്കാലി മൃഗങ്ങളാവട്ടെ, ഇവരോട് എല്ലാവരോടും കരുണയോട് കൂടി തന്നെ നമ്മൾ പെരുമാറണം. കരുണയോട് കൂടി പെരുമാറിയില്ല എങ്കിൽ അവിടെയാണ് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മൾ കാരണം മറ്റു ജീവജാലങ്ങൾക്ക് ദുഃഖമുണ്ടാവാൻ പാടില്ല. ദുഃഖമുണ്ടായി കഴിഞ്ഞാൽ അത് വൈഷ്ണവ അപരാധമായി തീരും. അങ്ങനെ വൈഷ്ണവ അപരാധമായി തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ഭക്തി ചെയ്യുന്ന മാത്രയിൽ ആ ഭക്തിയുടെ പൂർണ്ണമായിട്ടുള്ള സന്തോഷം നമുക്ക് കിട്ടില്ല. രൂപഗോസ്വാമി ആചാര്യനാണ്. ശ്രീ ബ്രഹ്മമാധവ് ഗൗഡിയ സമ്പ്രദായത്തിന്റെ ആചാര്യന്മാരിൽ ഒരാളാണ് ശ്രീ രൂപഗോസ്വാമി. ശ്രീ രൂപഗോസ്വാമി അദ്ദേഹം ഒരു ദിവസം കൃഷ്ണലീലയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അതായത് രാധാറാണിക്ക് കുറച്ച് പൂ വേണം. അങ്ങനെ രാധാറാണി കുറച്ച് പൂ വേണമെന്ന് വെച്ചിട്ട് നിൽക്കുന്ന സമയത്ത് രാധാറാണി ഒരു മരത്തിൽ പൂ കാണുന്നു. പക്ഷെ നോക്കുമ്പോൾ അവിടെ കൃഷ്ണൻ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഭഗവാനോട് പറഞ്ഞു, കണ്ണാ, ആ ചെറിയ കൊമ്പ് ഒന്ന് താഴ്ത്തി തന്നു കഴിഞ്ഞാല് ഞാൻ കുറച്ച് പൂ പറിച്ചേക്കാം, ഒന്ന് സഹായിക്കൂ എന്ന് ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു, അതെന്താ പ്രശ്നം? രാധ നിനക്കില്ലാത്തതാ, വാ എന്ന് പറഞ്ഞു. രാധാറാണി അവിടേക്ക് പോയി. അപ്പൊ ഭഗവാൻ എന്താണ് ചെയ്യുന്നത്? ഭഗവാൻ വേറൊരു ചില്ലയിലിരുന്നു കൊണ്ട് ഈ ചില്ല പതുക്കെ താഴ്ത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ താഴ്ത്തി കൊടുത്തിട്ട് രാധാറാണി പിടിക്കാൻ പോകുന്ന സമയത്ത് ഭഗവാൻ കാലെടുക്കും. അപ്പോ ആ കൊമ്പ്, ആ ചില്ല വീണ്ടും പഴയ രൂപത്തിലേക്ക് പോകും. അപ്പൊ വീണ്ടും രാധാറാണി കണ്ണനോട് കൊഞ്ചും, കണ്ണ എന്താ ഇങ്ങനെ ചെയ്യണ കണ്ണ, ഇത് മോശമല്ലേ, ഒന്ന് സഹായിക്കണേ. അപ്പൊ വീണ്ടും കൃഷ്ണൻ എന്ത് ചെയ്യും? അതൊന്നും കൂടി താഴ്ത്തി കൊടുക്കും. വീണ്ടും കണ്ണൻ രാധാറാണി പിടിക്കാൻ പോകുന്ന സമയത്ത് കാലെടുക്കും. അപ്പൊ ഈ ലീലയാണ് രൂപഗോസ്വാമി കണ്ടുകൊണ്ടിരുന്നിരുന്നത്. അപ്പൊ അങ്ങനെ അദ്ദേഹം ആ ആനന്ദത്തിൽ ആറാടിക്കൊണ്ടിരിക്കുകയായിരുന്നു, ലീല കണ്ടുകൊണ്ട്. അതായത് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് അവർക്ക് കഴിയും, കാരണം അവരെല്ലാം ഉത്തമ ഭക്തന്മാരാണ്, പ്യൂർ ഡിവോട്ടീസ് ആണ്. അപ്പൊ അങ്ങനെ അത് കണ്ട് അദ്ദേഹത്തിന് ചിരി വന്നു. കാരണം കണ്ണൻ രാധാറാണി പിടിക്കാൻ പോകുന്ന സമയത്ത് കാലെടുക്കും. പിന്നെ രാധാറാണി കെഞ്ചാൻ തുടങ്ങും കണ്ണനോട്, കണ്ണ ഇങ്ങനെ ചെയ്യല്ല കണ്ണ, എന്താ നീ ഇങ്ങനെ ചെയ്യണ കണ്ണ, മോശമല്ല കണ്ണ. അപ്പൊ വീണ്ടും ഭഗവാൻ അത് താത്തി കൊടുക്കും. വീണ്ടും അങ്ങനെ തന്നെ ചെയ്യും. അപ്പൊ ഇങ്ങനെ കണ്ടപ്പോഴ് രൂപഗോസ്വാമിക്ക് ചിരി വന്നു. അദ്ദേഹം ചിരിക്കാൻ തുടങ്ങി. അങ്ങനെ ചിരിച്ചു കഴിഞ്ഞപ്പോൾ ആ വഴി ഒരു മുടന്തനായിട്ടുള്ള ഒരു ഭക്തൻ നടന്നു പോയിക്കൊണ്ടിരുന്നിരുന്നു. ആ ഭക്തൻ വിചാരിച്ചു, എന്റെ മുടന്ത് കാരണം എന്നെ നോക്കിയിട്ട് രൂപഗോസ്വാമി ചിരിക്കുകയാണെന്ന് ആ ഭക്തൻ മനസ്സിലൊന്ന് തീരുമാനിച്ചു. അപ്പോ ആ ഭക്തന്റെ മനസ്സിൽ എന്താണ് ഉണ്ടായത്? എന്നെ കളിയാക്കിയിട്ടാണ് രൂപഗോസ്വാമി ചിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് തോന്നി. ഉടനെ തന്നെ ലീല കണ്ടുകൊണ്ടിരുന്ന രൂപഗോസ്വാമിയുടെ ആ ഇതില് ഒരു ഭംഗം വന്നു. അദ്ദേഹത്തിന് കാണാൻ പറ്റാതെയായി. അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരുന്നു, എന്താ എങ്ങനെ സംഭവിച്ചത്, ഞാൻ ഒന്നുകൂടി വീണ്ടും മെഡിറ്റേഷൻ ചെയ്തു, പക്ഷെ സാധ്യമാവില്ല. അദ്ദേഹത്തിന് വീണ്ടും ആ ലീല കാണാൻ സാധിച്ചില്ല. അദ്ദേഹം തന്റെ ജ്യേഷ്ഠനായിട്ടുള്ള സനാതന ഗോസ്വാമിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ജ്യേഷ്ഠ ഞാനിങ്ങനെ ഒരു ലീല കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്ന് അതിന് ഭംഗം വന്നു,
ഞാൻ എത്ര ശ്രമിച്ചിട്ടും വീണ്ടും എനിക്കത് കാണാൻ സാധിക്കുന്നില്ല. എന്താണ് അതിന് കാരണമെന്ന്? ഇവിടെയാണ് രൂപഗോസ്വാമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൗഡിയ ആചാര്യനാണ്. ആ ഗൗഡിയ ആചാര്യനായിട്ടുള്ള രൂപഗോസ്വാമി തന്റെ സഹോദരനായിട്ടുള്ള സനാതന ഗോസ്വാമിയുടെ അടുത്ത് പോയി ചോദിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേശം ദിതേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിന. നമ്മള് ഈ ജ്ഞാനം, അതായത് ഭഗവാനെ കുറിച്ചിട്ടുള്ള ഈ ജ്ഞാനം തത്വദർശികളായിട്ടുള്ള ആളുകളിൽ നിന്നും കേൾക്കണം. അത് വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് തദ്വിധി പ്രണിപാതേന, അദ്ദേഹത്തിനെ സേവിച്ചുകൊണ്ട് വേണം നമ്മളത് ചോദിക്കാൻ വേണ്ടിയിട്ട്. ആ ഭക്തൻ ആ ഭക്തൻ ഭഗവാനെ മനസ്സിലാക്കിയിട്ടുള്ള ഭക്തനാണെങ്കിൽ ആ ഭക്തന്റെ അടുത്ത് പോയിട്ട് ഭക്തന്റെ സേവ ചെയ്തുകൊണ്ട് ആ ഭക്തനിൽ നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അപ്പൊ അതേമാതിരി തന്നെയാണ് രൂപഗോസ്വാമി. ഈവൻ ദോ രൂപഗോസ്വാമി ഒരു വലിയ ആചാര്യനാണ്, നല്ലൊരു ഭക്തനാണ്. അദ്ദേഹത്തിന് ആ ഈഗോ വെച്ചിരിക്കാം, ഞാൻ എന്തിനാ പോണു, ഞാനൊരു ഭക്തനല്ല എന്നുള്ളത്. പക്ഷെ ആ ഈഗോ കാണിക്കാതെ, ആ ഈഗോ ഇല്ലാതെ തന്റെ സഹോദരനായിട്ടുള്ള സനാതന ഗോസ്വാമിയുടെ അടുത്ത് പോയി ചോദിക്കുകയാണ്. അപ്പൊ അങ്ങനെ സനാതന ഗോസ്വാമി പറഞ്ഞു, നീ എന്തെങ്കിലും വൈഷ്ണവ അപരാധം ചെയ്തിരിക്കും, അതുകൊണ്ടാണ് നിനക്കത് കാണാൻ സാധിക്കാത്തത്. നീ ഒന്ന് ചെയ്യ്. വൃന്ദാവനത്തിലെ മുഴുവൻ ഭക്തന്മാരെയും നാളെ ഒരു ഫീസ്റ്റിന് വരാൻ പറ. ആരാണോ ആ ഫീസ്റ്റിൽ വരാതിരുന്നിരിക്കുന്നത് അവരുടെ അടുത്ത് പോയിട്ട് നീ മാപ്പ് ചോദിക്കുക, നിനക്ക് തീർച്ചയായിട്ടും ആ ലീല കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞു. ചില രൂപഗോസ്വാമി സകല ഭക്തന്മാരെയും ഫീസ്റ്റിനായിട്ട് ക്ഷണിച്ചു. അതിലൊരു ഭക്തൻ മാത്രം പങ്കെടുത്തില്ല. ആ മുടന്തുള്ള ഭക്തൻ മാത്രം പങ്കെടുത്തില്ല, ബാക്കി എല്ലാവരും പങ്കെടുത്തു. സനാതന ഗോസ്വാമി പറഞ്ഞു, നീ ഉടനെ തന്നെ ആ മുടന്തുള്ള ഭക്തന്റെ അടുത്ത് പോയിട്ട് സാഷ്ടാംഗം നമസ്കരിച്ച് ക്ഷമ ചോദിക്കുക. നീ ആ ഭക്തനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഒഫൻഡ് ചെയ്തിരിക്കുന്നത്. നീ ആ ഭക്തനെതിരെയാണ് അപരാധം ചെയ്തിരിക്കുന്നത്. നീ അങ്ങ് പോ, ആ ഭക്തന്റെ അടുത്ത് പോയിട്ട് ക്ഷമ ചോദിക്കുക എന്ന് പറയുന്നുണ്ട്. ഉടനെ തന്നെ ശ്രീല രൂപഗോസ്വാമി അവിടെ പോകുന്നു, സാഷ്ടാംഗം നമസ്കരിച്ച് അദ്ദേഹത്തിനോട് കാര്യങ്ങൾ പറയുന്നു, കാര്യങ്ങൾ ചോദിക്കുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നു, ഇങ്ങനെയാണ് കാര്യം, ഞാൻ നടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, അങ്ങ് ചിരിച്ചുകൊണ്ടിരുന്നു. അപ്പൊ രൂപഗോസ്വാമി പറഞ്ഞു, സ്വാമി ക്ഷമിക്കണം, ഞാൻ രാധാകൃഷ്ണ ലീല കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത്, അങ്ങ് നടന്നു പോയത് കണ്ടിട്ടല്ല ഞാൻ ചിരിച്ചത് എന്ന് ആ ഭക്തനെ പറഞ്ഞു മനസ്സിലാക്കുകയും ആ ഭക്തനോട് ക്ഷമ ചോദിക്കുകയും ചെയ്തതിന് ശേഷം മാത്രമാണ് രൂപഗോസ്വാമിക്ക് ആ ലീല കാണാനുള്ള, ആ ലീല കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? നിങ്ങളോടാണ് ചോദ്യം. അറിഞ്ഞോ വൈഷ്ണവ അപരാധം ചെയ്യാൻ വൈഷ്ണവ അപരാധം ഒരിക്കലും ചെയ്യരുത്, പാടില്ല. വെരി ഗുഡ്. അറിയാതെയാണെങ്കിൽ പോലും. നമ്മൾ ഈ വൈഷ്ണവ അപരാധം ചെയ്തു എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഹരിനാമത്തിനുള്ള ടേസ്റ്റ് പതുക്കെ പതുക്കെ കുറയാൻ തുടങ്ങും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷെ നമുക്കറിയില്ല ആരോടാ, നമ്മൾ ചിലപ്പോൾ അറിയാതെ എന്തെങ്കിലും ഇതേമാതിരി രൂപഗോസ്വാമി ചെയ്തതുപോലെ അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നും രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കുമ്പോൾ സകല വൈഷ്ണവന്മാരോടും ക്ഷമ ചോദിച്ചോളൂ. അറിഞ്ഞോ അറിയാതെയോ ഞാൻ തെറ്റ് ചെയ്തെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞോളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മുടെ നാമജപം ഒന്നും കൂടി സ്ട്രോങ് ആവും. ഇല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അതിന്.
അപ്പൊ ഞാനിത് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭക്തിരസാമൃത സിന്ധുവാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പോർഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. ദക്ഷിണ വിഭാഗത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ദക്ഷിണ വിഭാഗത്തില് നമുക്ക് സ്ഥായി ഭാവങ്ങളുണ്ട്. ഈ സ്ഥായി ഭാവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ യഥാർത്ഥ ഭാവം, അതായത് ശാന്തരസമാണോ, ദാസ്യരസമാണോ, വത്സലരസമാണോ, സഖ്യരസമാണോ, മാധുര്യരസമാണോ, ഈ ഏതെങ്കിലും ഒരു രസം നമ്മളിൽ സ്ഥായി ആയിട്ടുണ്ടായിരിക്കും. ആ സ്ഥായി ഭാവം നമ്മൾ എന്ത് ചെയ്യണം? എവേക്കൺ ചെയ്യണം. അതായത് ആദ്യം നമ്മൾ സാധനയിലൂടെ പ്രവർത്തിച്ച് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? പതുക്കെ നമ്മുടെ ഭക്തി മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പൊ നമുക്ക് സ്ഥായി ഭാവത്തിലേക്ക് നമ്മൾ വരും. ആ പതുക്കെ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട്. അങ്ങനെ ആ സ്ഥായി ഭാവത്തിൽ നിന്നുകൊണ്ട് ഭക്തി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ? പ്രേമരസം നുകരാൻ പറ്റുള്ളൂ. ഈ സ്ഥായി ഭാവം, അതായത് ഈ 5 ഭാവങ്ങളുണ്ട്. ഈ 5 ഭാവങ്ങളും അഡീഷൻ ആണ് അതിന്റെ. അതായത് പ്രേമയിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ്, പ്രേമയിലെത്തുമ്പോൾ ഇതെല്ലാം ആഡ് ചെയ്തിട്ടാണ് ഭാവ, സ്ഥായി ഭാവം, പിന്നെ പ്രേമ. ഈ ഭാവഭക്തി ചെയ്തുകൊണ്ട് നമ്മൾ ഭാവഭക്തിയിൽ ഇൻറ്റൻസ് ആവുമ്പോൾ അത് പ്രൈമറി ആണ് കേട്ടോ. ഭാവഭക്തി എന്ന് വെച്ചാൽ പ്രൈമറി ആണ്. ആ പ്രൈമറി ഭക്തി ഇങ്ങനെ ചെയ്തുകൊണ്ട്, ആ ഭാവഭക്തി ഇങ്ങനെ ചെയ്തുകൊണ്ട് നമ്മൾ അടുത്ത ലെവലായിട്ടുള്ള സ്ഥായി ഭാവത്തിൽ എത്തിച്ചേരും. ഈ സ്ഥായി ഭാവത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനുമായിട്ടുള്ള ഒരു കണക്ഷൻ അതെങ്ങനെയാണോ, സഖ്യരസമാണോ, ഇപ്പോ അർജുനനാണെങ്കിൽ സഖ്യരസമായിരുന്നു. ഈ സഖ്യരസം പെർമനന്റ് ആണ് കേട്ടോ. അതൊരു പെർമനന്റ് രസയാണ്, അത് മാറുന്നില്ല. അടുത്ത ജന്മം നമ്മൾ എടുക്കുമ്പോൾ വീണ്ടും നമ്മൾ വേറെ ആളായിട്ട് വരും. ഇല്ല, നമുക്ക് ഒരേ ഒരു സ്ഥായി ഭാവമാണ്. ആ സ്ഥായി ഭാവം സ്വീകരിച്ചു കഴിഞ്ഞാൽ, സ്ഥായി ഭാവത്തിൽ നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഭഗവാനെ സേവ ചെയ്ത് നമ്മൾ പ്രേമഭാവത്തിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് നമുക്ക് ആ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു വരവില്ല. പിന്നെ നമ്മൾ ഭഗവത് ധാമത്തിലാണ് നിൽക്കാൻ പോകുന്നത്. നമ്മൾ നമ്മളെല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോ ദയവ് ചെയ്ത് നിങ്ങൾ നാമം ജപിക്കുമ്പോൾ എന്തെങ്കിലും കഷ്ടതകൾ ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുക, തീർച്ചയായിട്ടും നിങ്ങൾ ഉടനെ തന്നെ നിങ്ങൾക്ക് ആരാണോ അടുത്തുള്ളത് അവരെ മീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ആ ഭക്തനോട് നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾക്ക് ഓരോ ദിവസവും ഓരോരോ ഭക്തന്മാർ വന്ന് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ അവരോട് നിങ്ങളുമായിട്ടൊരു കണക്ഷൻ സ്ഥാപിച്ച് അവരോട് ചോദിക്കുക, പ്രഭു ഞാൻ ഇങ്ങനെ ഭക്തി ചെയ്തിരുന്നു, ഇപ്പൊ എന്റെ ഭക്തി ഇങ്ങനെയാണ്, ഞാൻ എന്ത് ചെയ്യണം എന്ന് അവരോട് നിങ്ങൾ ചോദിക്കുക. അങ്ങനെ ചോദിക്കുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് എന്നും ഇങ്ങനെ നിന്നാ പറ്റില്ല. ഇതല്ല ഭക്തി. നമ്മള് അടുത്ത ലെവലിലേക്ക് പോകണം. ഇപ്പോ 25 വർഷം 30 വർഷം നമ്മൾ വെറും നാമം ജപിച്ചു, ചാൻഡ് ചെയ്തു, നാമം ജപിച്ചു, അതേമാതിരി ഭക്തന്മാരുടെ സംഘം എടുത്തു. നമുക്ക് നമ്മളിൽ രാഗാനുഗ ഭക്തി ഉണ്ടായിട്ടില്ല. അതായത് ഈ ഗോപികമാരുടെ മാതിരിയുള്ള ഭക്തി നമ്മളിൽ ഉണ്ടായിട്ടില്ല. അത് ഉണ്ടാവണം. ആ രാഗാനുഗ ഭക്തി കിട്ടണം നമുക്ക്. ആ ഭക്തി കിട്ടിയിട്ട് പൂർണ്ണത്വത്തിലെത്തണം നമ്മള്. ഇതൊരു മെക്കാനിക്കലായിട്ടാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധനാ ഭക്തന്മാരാണ് നമ്മള്. പക്ഷെ ഇത് മാറിയിട്ട് രാഗാനുഗ ഭക്തിയിലേക്ക് പോകണം. പോയേ മതിയാവൂ. അപ്പൊ ഈ രാഗാനുഗ ഭക്തിയിലേക്ക് എങ്ങനെയാണോ ഗോപികം, അതായത് വ്രജവാസികൾ എങ്ങനെയാണോ ഭക്തി ചെയ്ത് ആ ലെവലിലേക്ക് നമ്മൾ പോകണം. അപ്പോഴാണ് നമ്മുടെ ഈ സ്ഥായി ഭാവവും പ്രേമയെല്ലാം നമ്മളിൽ ഉണ്ടാവുള്ളൂ. ഇത് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ആളുകൾക്ക് പേടിച്ചു പോയിരിക്കും. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക,
നമ്മൾ തനിയാണ് വന്നിരിക്കുന്നത് ഈ ഭൗതിക ലോകത്തിൽ. നമ്മൾ പോകുമ്പോഴും തനിയെ തന്നെയാണ് പോകാൻ പോകുന്നത്. ആരും നമ്മുടെ കൂടെ വരില്ല. എത്ര ക്ലോസ് ആണെങ്കിൽ പോലും ആരും നമ്മുടെ കൂടെ വരില്ല. അപ്പൊ നമ്മളെല്ലാവരും നമ്മുടെ ഫാമിലിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അത് നമ്മുടെ കർത്തവ്യമാണ്, അത് ചെയ്തേ മതിയാവും. ഭാര്യയാണെങ്കിൽ ഭർത്താവിനെ ശുശ്രൂഷിക്കുക, മക്കളെ നോക്കുക, കുടുംബം നോക്കുക, ഇതെല്ലാം കർത്തവ്യം അവരിലുണ്ട്. ഇനി ഭർത്താവാണെങ്കിൽ ഭർത്താവിന്റെ കർത്തവ്യമാണ് ഭാര്യയെയും മക്കളെയും നോക്കുക എന്നുള്ളത്. അവന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഒരു മകനാണെങ്കിൽ അദ്ദേഹത്തിന്റെ കർത്തവ്യം എന്താണെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും നന്നായിട്ട് നോക്കുക, അവരെ സഹായിക്കുക. ഒരു മകളാണെങ്കിൽ ഇത് തന്നെയാണ്. ആ അതായത് നമ്മളിൽ ഉള്ള, അതായത് നമ്മളിൽ അടങ്ങിയിരിക്കുന്നത്, മകനായാലും വേണ്ടില്ല, മകളായാലും വേണ്ടില്ല, അച്ഛനായാലും വേണ്ടില്ല, അമ്മയായാലും വേണ്ടില്ല, നമ്മളിൽ ഒരു കർത്തവ്യത്തിന്റെ ഒരു കെട്ട് നമ്മുടെ കയ്യിലിരിക്കുന്നുണ്ട്. ആ കർത്തവ്യം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം, ചെയ്തേ മതിയാവൂ. അങ്ങനെ ചെയ്തുകൊണ്ട് ഉത്തമ ഭക്തി ചെയ്യുന്നവര്, അതാണ് യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത്. കൃഷ്ണാവബോധം എന്ന് പറഞ്ഞാൽ അതാണ്. ഭക്തി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു തരത്തിലിരിക്കും, വീട്ടിൽ പോയി കഴിഞ്ഞാൽ വേറൊരു തരത്തിലാവും. അത് ശരിയായിട്ടുള്ള ഒരു സംഗതിയല്ല, അത് ശരിയല്ല, അങ്ങനെ ചെയ്യാനും പാടില്ല. ഇതെനിക്കറിയില്ല, ഇപ്പൊ പെട്ടെന്ന് ഞാൻ ഇതല്ല പറയാൻ വന്നത് കേട്ടോ, സോറി. ഞാൻ പറയാൻ വന്നത് സ്ഥായി ഭാവത്തെ കുറിച്ചിട്ടും ഭാവയെ കുറിച്ചിട്ടും പ്രേമയെ കുറിച്ചിട്ടുമാണ്. എന്തോ എനിക്കിത് പറയണം തോന്നി, ഞാൻ പറഞ്ഞതാണ്. ഇത് മതി ഇത് പ്രഭു, എന്ത് പ്രഭു? ഇത് മതി എന്ന് പറയുക. ഇഷ്ടപ്പെട്ടു. ആ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഭക്തിയിൽ മുന്നേറാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. നമ്മൾ ഭക്തിയിൽ മുന്നേറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരിക്കും ഭക്തിയിൽ. ഒരു പക്ഷേ മറ്റു ഭക്തന്മാര് തെറ്റായിട്ട് നമ്മളോട് പെരുമാറിയേക്കാം. നമ്മൾ ഒരിക്കലും അതിനെ തെറ്റായിട്ട് എടുക്കാനും പാടില്ല. അങ്ങനെ തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് ഭഗവാനോട് പറഞ്ഞുള്ളൂ, ഭഗവാനെ എനിക്കറിയില്ല, എൻ്റെ മനസ്സിൽ തെറ്റായിട്ട് തോന്നുന്നു, ഈ തെറ്റ് എൻ്റെ മനസ്സിൽ നിന്നും നീക്കണേ എന്ന് ഭഗവാനോട് സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് നമ്മൾ നമ്മുടെ ഭക്തിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. ഇങ്ങനെ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഭക്തി വളരെ ഈസിയാണ്. അപ്പൊ നമ്മളൊക്കെ ഒരുപാട് വർഷമായി ഭക്തിയിൽ നിൽക്കുന്നവരാണ്. ആദികർത്ത പ്രഭു ഇവരെല്ലാവരും ഒരുപാട് വർഷമായിട്ട് ഭക്തിയിൽ നിൽക്കുന്നവരാണ്. നമ്മളെല്ലാം ഒരാൾ നമ്മളതിനെ പരിഹസിച്ചാലും, ഒരാൾ നമ്മളതിനെ അപവാദങ്ങൾ നമ്മളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരാൾക്ക് മാത്രം ഇതെല്ലാം അറിയാം. ആ വ്യക്തി പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. അദ്ദേഹത്തിൽ മാത്രം ശരണം പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അപ്പൊ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഒന്നും നിങ്ങളുടെ മനസ്സിനെ ബാധിക്കാൻ പാടില്ല. ഭക്തി, അതായത് ഭക്തിക്ക് സത്യത്തെ തുറന്നു കാണിക്കാൻ സാധിക്കും. നിങ്ങൾ ഉത്തമ ഭക്തന്മാരാണെങ്കിൽ ആ സത്യം നിങ്ങളെ ഒരുപാട് ആളുകൾ ചീത്ത പറഞ്ഞാലും ദുഷിച്ച കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും ഭക്തി അതിനെ വെളിപ്പെടുത്തും. ആ പൂർണ്ണ ശ്രദ്ധയോട് കൂടിയിട്ട്, ആ പൂർണ്ണ വിശ്വാസത്തോടു കൂടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക. ഇങ്ങനെ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭക്തിയിൽ മുന്നേറാൻ സാധിക്കും, ഭഗവത് ധാമത്തിലേക്ക് പോകാൻ സാധിക്കും. നമ്മുടെ ആത്യന്തികമായിട്ടുള്ള സ്ഥായി ഭാവയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. അവിടെ പോയിട്ട് നമ്മുടെ സ്വരൂപ സിദ്ധി നമുക്കുണ്ടാവും. അതായത് ഈ സ്ഥായി ഭാവത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വരൂപ സിദ്ധി ഉണ്ടാവുന്നത്. ആ സ്വരൂപ സിദ്ധി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഒരുപക്ഷെ ഭഗവാന്റെ ദാസനായിട്ട് നിൽക്കും, ചിലപ്പോൾ ഭഗവാന്റെ ഫ്രണ്ടായിട്ട് നിൽക്കും, ചിലപ്പോൾ പേരൻ്റൽ ലവ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, ചിലപ്പോൾ നമ്മൾ പ്രേമയിലേക്ക് ഇരിക്കാം. അതായത് മാധുര്യ ഇതിൽ നമ്മൾ ഇരുന്നേക്കാം. പക്ഷെ ഇതെല്ലാം നമ്മുടെ ഭക്തിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ ചില സംശയങ്ങളുണ്ടോ, നിങ്ങളെ എന്തെങ്കിലും ബാധിക്കുന്ന കാര്യങ്ങൾ ഉണ്ടോ, നമുക്കത് ഡിസ്കസ് ചെയ്യാൻ പറ്റുമോ? ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ഭക്തിയിൽ തടസ്സങ്ങൾ ഉണ്ടാവുകയോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ഉണ്ടോ?
ഹരേ കൃഷ്ണ പ്രഭു. ഈ ഹരേ കൃഷ്ണ. ഈ മാലയൊക്കെ ജപിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് ചിലപ്പോ പെട്ടെന്ന് മനസ്സങ്ങ് എന്തെങ്കിലും സംഭവങ്ങൾ ഇതായിപ്പോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു ജോലി ചെയ്തോണ്ട് അത് ആ ഒരു ഇതില് ചിലപ്പോ അങ്ങ് ആയിപ്പോവും. ഓക്കെ, മാതാജി പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നാമം ജപിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് വേറെ എവിടേക്കോ പോവും, അങ്ങനെയല്ലേ പറയണേ? ഓക്കെ, കുഴപ്പമില്ല, ഇതെല്ലാവർക്കും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ആ മനസ്സ് ഓടിപ്പോകുന്ന സമയത്ത് ആ മനസ്സിനെ വീണ്ടും തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുവരണം. കുറച്ച് പ്രാക്ടീസ് ചെയ്യണം നമ്മളതിന്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യമായിട്ട് നമ്മുടെ മനസ്സുമായിട്ട് നമുക്കൊരു കോംപ്രമൈസിലെത്തണം. യഥോ യഥോ നിശ്ചലതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തതോ നിയമൈതത് ആത്മന്യേവ വശം നയത്. അതായത് യഥോ യഥോ നിശ്ചലതി മനശ്ചഞ്ചലമസ്ഥിരം. നമ്മുടെ മനസ്സ് ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അത് സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് നിൽക്കുന്നില്ല. യഥോ യഥോ നിശ്ചലതി മനശ്ചഞ്ചലം അസ്ഥിരം. സ്ഥിരമല്ല, ചഞ്ചലമായിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സ്. അപ്പൊ ഈ മനസ്സിനെ ചില നിയമങ്ങളിലൂടെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരണം. അതുകൊണ്ടാണ് നമ്മൾ 4 യമനിയമങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യണമെന്ന് പറയുന്നത്. അതായത് മത്സ്യമാംസാദികൾ കഴിക്കരുത്, മദ്യം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യരുത്, പരസ്ത്രീ ബന്ധമുണ്ടാവാൻ പാടില്ല. ഇതെന്തിനാണ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ദൃഢമാക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, ആ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ മനസ്സിനെ പതുക്കെ പതുക്കെ കൺട്രോളിൽ കൊണ്ടുവരാൻ സാധിക്കും. അമൃതബിന്ദു ഉപനിഷത്ത് എന്ന് പറഞ്ഞൊരു ഉപനിഷത്തുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ട്, മന ഏവ മനുഷ്യാനാം കാരണം ബന്ധമോക്ഷയോ. അതായത് നമ്മുടെ മനസ്സാണ് നമ്മളെ ബന്ധനത്തിലും അതേമാതിരി നമുക്ക് മോക്ഷം തരാനും സഹായിക്കുന്നത്. അപ്പൊ ഈ മനസ്സിനെ പതുക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട്, ഇപ്പൊ മാതാജി ചാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മനസ്സ് ഓടിപ്പോവുകയാണ്. അപ്പൊ മനസ്സിനോടൊരു കോംപ്രമൈസ്, മനസ്സേ ഞാൻ ഈ 2 മണിക്കൂർ, അത് നമ്മള് ഡെയിലി തന്നെ ഈ നാമം ജപിക്കുന്ന സമയത്ത്, നാമം ജപിക്കുന്നതിന് മുമ്പായിട്ട് ഒരു സീൻ സെറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ, അല്ലെ? നമ്മൾ നാമം ജപിക്കാൻ വേണ്ടിയിട്ട് ആദ്യം പ്രഭുപാദ് പ്രണതി, ഗുരുദേവന്റെ പ്രണാമ മന്ത്രം, പിന്നെ പ്രഭുപാദ് പ്രണതി, ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. അതിൽ സെറ്റ് ഓഫ് പ്രേയേഴ്സിൽ ഒരു പ്രേയർ വെച്ചോളൂ, ഭഗവാനെ, അല്ലെങ്കിൽ മനസ്സിനോട്, ഭഗവാനെ എൻ്റെ മനസ്സിനെ ഈ 2 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. അങ്ങയുടെ തിരുനാമത്തിൽ മാത്രമായിരിക്കണം എൻ്റെ ശ്രദ്ധ, എൻ്റെ മനസ്സ് വേറെ എങ്ങോട്ടും പോകാൻ പാടില്ല ഭഗവാനെ എന്ന് ഭഗവാനോട് ആദ്യമായിട്ടൊരു പ്രാർത്ഥന ചെയ്തോളൂ. അതിനുശേഷം നാമം ജപിക്കാൻ തുടങ്ങും. അങ്ങനെ നാമം ജപിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, നാമം ജപിക്കാൻ വേണ്ടിയിട്ടൊരു സെറ്റ് ഓഫ് പ്രേയേഴ്സ് ഉണ്ട്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നാമചിന്താമണി കൃഷ്ണ ചൈതന്യ രസവിഗ്രഹ പൂർണ്ണശുദ്ധോ നിത്യമുക്തോ അഭിന്നത്വം നാമനാമിനോ. ഇങ്ങനെ 2-3 പ്രേയറുകളുണ്ട്. ഈ പ്രേയറുകൾ ചൊല്ലിയിട്ട് ഭഗവാന്റെ തിരുനാമം ചൊല്ലാൻ ശ്രമിക്കുക. ചൊല്ലുന്ന സമയത്ത് മനസ്സങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണെങ്കിൽ നമ്മൾ എവിടെ ഇരുന്നാണോ ചൊല്ലുന്നത് അവിടെ ഹരേ കൃഷ്ണ മഹാമന്ത്രം എഴുതിയിട്ടുള്ള ഒരു ചെറിയൊരു ബോർഡ് വയ്ക്കുക. എന്നിട്ട് ആ ബോർഡ് നോക്കിക്കൊണ്ട് നാമം ജപിക്കുക. നമ്മുടെ മനസ്സ് ഫ്രീ ആയിട്ട് വിട്ടുകഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ശ്രമിക്കും. നമ്മൾ നാമം ജപിക്കുന്നുണ്ട്, അത് നമ്മൾ കേൾക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ മറ്റിന്ദ്രിയങ്ങൾ, അതായത് കണ്ണ്, അതായത് ഈ മനസ്സെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. അപ്പൊ ഈ മനസ്സിനെ കൊണ്ടുവന്നിട്ട് നമുക്ക് ആ ഹരേ കൃഷ്ണ മഹാമന്ത്രം എഴുതി കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലുന്ന സമയത്ത് ഹരേ എന്ന് പറയുമ്പോൾ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പൊ ചൊല്ലുന്ന സമയത്ത് ഈ ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് അവിടെ പോവും. തെറ്റുണ്ടോ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും നമ്മളിൽ. അപ്പൊ നമ്മുടെ മനസ്സ്
അത് നോക്കാൻ ശ്രമിക്കും. നോക്കുമ്പോൾ നമ്മുടെ മനസ്സ് അവിടെ പെർഫെക്റ്റ് ആയിട്ടിരിക്കും. അതേമാതിരി നമ്മുടെ ചിന്തയും ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിലായിരിക്കും. നമ്മൾ ചൊല്ലുന്നത് ഹരേ കൃഷ്ണ മഹാമന്ത്രമാണ്. അപ്പൊ എന്തുണ്ടാവും? തെറ്റില്ലാതെ മനസ്സെവിടെയും പോവാതെ നമുക്ക് നാമം ജപിക്കാൻ സാധിക്കും. ഇത് ഒരുപാട് ആളുകൾ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. ഞാനും ട്രൈ ചെയ്തിട്ടുണ്ട്. അത് ഫലം കിട്ടിയിട്ടുണ്ട്. നിങ്ങളും അത് ട്രൈ ചെയ്ത് നോക്കണം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ നമ്മുടെ കൃഷ്ണ. കൃഷ്ണന്റെ ഒരു ഹരേ കൃഷ്ണ പ്രഭു, നമ്മുടെ ഒരു കൃഷ്ണന്റെ മുഖത്ത് ഫോട്ടോയിൽ നോക്കിക്കോ ചൊല്ലുന്നത് നല്ലല്ലേ? ഹരേ കൃഷ്ണ. ഭഗവാന്റെ മുഖത്ത് നോക്കിയിട്ട് ചൊല്ലാം. പക്ഷേ ഭഗവാന്റെ മുഖത്ത് നോക്കിയിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ചില സമയത്ത് ഓടും. ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം ആകുമ്പോൾ നമ്മൾ ചൊല്ലുന്നതാണല്ലോ. അപ്പോൾ ഹരേ എന്ന് ചൊല്ലുമ്പോൾ ഹരേ നോക്കുക, കൃഷ്ണ എന്ന് പറയുമ്പോൾ കൃഷ്ണനെ നോക്കുക. അങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിന്ത മുഴുവൻ ആ നാമത്തിലായിരിക്കും. ഭഗവാന്റെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷെ നമ്മൾ നേരെ ഗോലോക വൃന്ദാവനത്തിലേക്ക് പോകും. നാമജപത്തിൽ ഉണ്ടാവില്ല. ഭഗവാന്റെ അത്രയും സുന്ദരമായിട്ടുള്ള മുഖം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും ചിന്തിക്കും. മുഖം ഞാനിവിടെ പൂജാമുറിയുടെ തെറ്റില്ല അതില്. പക്ഷെ നമുക്ക് പൂർണ്ണമായിട്ടും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ മനസ്സ് അങ്ങനെ നിൽക്കില്ല. കാരണം മനസ്സ് ഈ കുരങ്ങന്റെ ബുദ്ധി കാണിക്കുന്നതാണ്. മന ഏവ മനുഷ്യാനാം കാരണം ബന്ധ മോക്ഷയോഹോ. അപ്പൊ ഈ മനസ്സ് അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ കുരങ്ങൻ ഒരു സ്ഥലത്തിരിക്കുന്നത്? കുരങ്ങൻ ഒരു സ്ഥലത്തിരിക്കില്ല, അത് ചാടി 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 നിൽക്കും. അതേമാതിരിയാണ് നമ്മുടെ മനസ്സും ചാടി 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 നിൽക്കും. ഇപ്പൊ നമ്മള് ഒരു പക്ഷേ ഭഗവാന്റെ ഫോട്ടോ, വളരെ നല്ലതാണ് ഭഗവാന്റെ ഫോട്ടോ നോക്കിയിട്ട് നാമം ജപിക്കുക എന്നുള്ളത്. പക്ഷെ ഭഗവാന്റെ ഫോട്ടോ നോക്കിയിട്ട് നാമം ജപിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഭഗവാന്റെ കഴുത്തിലുള്ള ആഭരണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സാണത്. നമ്മുടെ മനസ്സ് വേറെ ആലുക്കാസിൽ പോവും ചിലപ്പോ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് GRTയിൽ പോവും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് വേറെ എവിടെയെങ്കിലും ഓടിപ്പോവും. അപ്പോ ചെറുത് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തിട്ട് മനസ്സ് പോകുന്നില്ല എന്നൊക്കെയാണ് ഭഗവാന്റെ മുഖം നോക്കിക്കോളൂ, ഒരു കുഴപ്പമില്ല. നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ടും ഭഗവാനിൽ നിന്നും വിട്ടുപോകില്ല. നാമം ജപിക്കുമ്പോൾ നാമജപത്തിനോട് കൂടെ തന്നെ ഇരിക്കും നിങ്ങൾക്ക് കൺഫർമേഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഭഗവാന്റെ ഇത് നോക്കിക്കോളൂ, തെറ്റില്ല. ഇതാണ് എൻ്റെ സജഷൻ. ഒരുപക്ഷെ ഇത് ഹെൽപ്പ് ചെയ്തേക്കും നമ്മളെല്ലാവരെയും. വേറെ ആർക്ക് സംശയങ്ങളുണ്ടോ? ഇനി എന്തെങ്കിലും നിങ്ങളുടെ വേറെ എന്തെങ്കിലും ഐഡിയകളുണ്ടോ? ഒരുപക്ഷെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടായിരിക്കും. അങ്ങനെ നാമം ജപിക്കുന്ന സമയത്ത് മനസ്സെങ്ങോട്ടും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ചില ചെറിയ ചെറിയ കാര്യങ്ങൾ അത് നമുക്ക് മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ അങ്ങനെ അതിൽ വിജയിച്ചിരിക്കുന്നുവെങ്കിൽ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മള് നാമം ചെല്ലുമ്പോ, ഉറക്ക നാമം ചെല്ലുമ്പോ നമ്മുടെ ചെവിയിൽ കൂടി തന്നെ അത് കേട്ടുകൊണ്ട് മനസ്സിലേക്ക് കൊണ്ടുവന്ന് അത് കേട്ടുകൊണ്ട് ജപിക്കുമ്പോ നമ്മുടെ ശ്രദ്ധ പോണില്ലല്ലോ. ഭഗവാന്റെ ഫോട്ടോ മുമ്പിൽ വെക്കും, രാധാറാണിയുടെയും ഭഗവാന്റെയും ഫോട്ടോ വെക്കും. പിന്നെ ഉറക്ക ചെല്ലുമ്പോ നമ്മുടെ ചെവിയിൽ കൂടി തന്നെ അത് മനസ്സിലേക്ക് വരുമ്പോ അത് അങ്ങനെ ശ്രദ്ധ പോവാറില്ല. വളരെ നല്ലതാണ് മാതാജി. അങ്ങനെ സാധിക്കുമെങ്കിൽ വളരെ നല്ലതാണ്, തെറ്റില്ല. അപ്പൊ നമ്മൾ പറയേണ്ടതും അങ്ങനെ തന്നെയാണ്. അതായത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അങ്ങനെ ഓരോ നാമവും വ്യക്തമായിട്ട് നമ്മുടെ കാതിൽ പതിഞ്ഞ് അത് നമ്മുടെ കാത് വഴിയാ തിരിച്ച് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതാണ് അതിൻ്റെ പെർഫെക്ഷൻ. അങ്ങനെ സംഭവിക്കുന്നുവെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷെ നമ്മുടെ ഇനീഷ്യൽ സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കും. കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചാൻഡ് ചെയ്യുമ്പോൾ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, നമ്മൾ അറിയാതെ, ഇത് മായയുടെ ഒരു ലീലയാണ്. നമുക്ക് തീർച്ചയായിട്ടും ആക്റ്റീവായിട്ടിരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മാതാജി പറഞ്ഞത് ദ ബെസ്റ്റ് ആണ്. നാമം ശ്രവിക്കണം, അത് കേട്ടുകൊണ്ട് തെറ്റില്ലാതെ. നാമാപരാധയുക്താനാം നാമാന്യേവ ഹരന്തികം അവിശ്രാന്തി പ്രയുക്താനി താന്യേവ വർത്തക്കരാണിച്ച പത്മപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. അതായത്
നാമാപരാധയുക്താന, നാമാപരാധമില്ലാതെ നാമം ജപിക്കുന്ന നമുക്ക് നാമാപരാധയുക്താനാം നാമാനേവ ഹരന്ത്യകം. നാമാപരാധമില്ലാതെ ഭഗവാന്റെ തിരുനാമം ചൊല്ലുന്നതിന്റെ ഫലമായിട്ട് അതെങ്ങനെ ചൊല്ലണം? അവിശ്രാന്തി പ്രയുക്താനി, സദാസമയം ചൊല്ലിക്കൊണ്ടിരിക്കണം. ഒരു നേരം മാത്രമല്ല, സദാസമയം ചൊല്ലിക്കൊണ്ടിരിക്കണം. അവിശ്രാന്തി, വിശ്രമമില്ലാതെ ചൊല്ലിക്കൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളതൊന്നുമില്ല. അങ്ങനെ ഈ ഭഗവാന്റെ തിരുനാമം, അതാണ് അതിന്റെ പ്രോസസ്. ആക്ച്വലി നമ്മൾ ഈ പ്രോസസ്സ്, അതായത് നാമം ചൊല്ലുന്ന സമയത്ത്, ചിലവരൊക്കെ നാമം ചൊല്ലുമ്പോൾ, ഞാനും കണ്ടിട്ടുണ്ട്, എനിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഹരേ കൃഷ്ണ 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 ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ രാമ 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 ഹരേ ഹരേ. നമ്മൾ ചില സമയത്ത് നാമം ചൊല്ലുന്ന മാത്രയില് ഹരേ വിട്ടു പോകാറുണ്ട്, ചില സമയത്ത് കൃഷ്ണനെ വിട്ടു പോകാറുണ്ട്. അതൊന്നും സംഭവിക്കാൻ പാടില്ല. നാമം ജപിക്കുന്ന സമയത്ത് വ്യക്തമായിട്ട്, സുവ്യക്തമായിരിക്കണം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ. ഇങ്ങനെ തന്നെ ആയിരിക്കണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. നമ്മളിപ്പം മാല ഇപ്പൊ ജപിച്ചോണ്ടിരിക്കണമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ മാല ഇല്ലാതെയും ജപിച്ചോണ്ടിരിക്കാമോ? തീർച്ചയായിട്ടും. അതാണ് കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. 16 മാല മിനിമം നമ്മൾ ചെയ്യണം. അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മാലയിൽ നിന്ന് വേണമെന്നില്ല, നമുക്ക് സദാസമയം ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ഇത് ചൊല്ലിക്കൊണ്ടേയിരിക്കണം. കാരണം എന്തുകൊണ്ടാച്ചെങ്കില് നമുക്കറിയില്ല മരണം എപ്പോ സംഭവിക്കുമെന്ന്. മരണസമയത്ത് ഭഗവാനെ സ്മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭഗവത് നാമത്തിൽ ചെന്ന് ചേരാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇതെല്ലാം. അപ്പൊ നമ്മുടെ മനസ്സിൽ നിന്ന് ഹരേ കൃഷ്ണ മഹാമന്ത്രം വരുന്നില്ല എങ്കിൽ, ഇപ്പോ നമ്മൾ എന്തെങ്കിലും, നിങ്ങള് കായ്കറി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മലക്കറി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കത്തി കൊണ്ട് കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? നമ്മൾ വിളിക്കും, അമ്മയെന്ന് വിളിക്കും, അല്ലെ? അങ്ങനെയല്ലേ ചെയ്യുക? ഇപ്പല്ല പ്രഭു. അല്ല, അങ്ങനെയാ നോർമലി അങ്ങനെയാണോ ചെയ്യുന്നത്? ആയിരുന്നു. ആ, അങ്ങനെ തന്നെയായിരുന്നു. അയ്യോ അല്ലെങ്കിൽ അമ്മേന്ന് അയ്യോന്ന് വരും, അമ്മേന്ന് വരും. അയ്യോ എന്ന് വരും, അല്ലെങ്കിൽ അമ്മയെന്ന് വിളിക്കും നമ്മളല്ലേ. പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ആക്സിഡന്റ് കണ്ടു കഴിഞ്ഞാൽ കൃഷ്ണ എന്ന് മാത്രമേ വരുള്ളൂ നമ്മുടെ വാങ്ങിൽ നിന്ന്. അതെന്തുകൊണ്ടാണ്? നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ കായ്കറി മലക്കറി കട്ട് ചെയ്യുന്ന സമയത്തും കൈ മുറിഞ്ഞു കഴിഞ്ഞാലും കൃഷ്ണ എന്നേ വരുള്ളൂ. അത് പ്രാക്ടീസിന്റെ ആണ്. അപ്പൊ ഈ പ്രാക്ടീസ് സദാസമയം പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ അതിന് മാല തന്നെ നിർബന്ധമില്ല. മാല 16, മിനിമം 16 മാല. ശ്രീല പ്രഭുപാദ് പറഞ്ഞിട്ടില്ല നിങ്ങൾ 16 മാലയിൽ നിർത്തിക്കൊള്ളോട്ടോ എന്ന്. ശ്രീല പ്രഭുപാദ് എല്ലാം ചാണ്ടി ചെയ്തിരുന്നത് 64 മാലയാണ്. നമുക്ക് ശ്രീല പ്രഭുപാദ് അത് കുറച്ച് തന്നിരിക്കുന്നു. 16 മാല മിനിമം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മൾ ഈ 16 മാല ചാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം പിന്നെ നാമം ജപിക്കണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാമജപം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അതെങ്ങനെയാണ്? മനസ്സിന്റെ ഉള്ളിൽ നാമജപം നടന്നുകൊണ്ടിരിക്കണം. നമുക്ക് ആചാര്യന്മാര് കാണാം. ആചാര്യന്മാർ അങ്ങനെയാണ്. നമുക്കറിഞ്ഞിട്ടുള്ളൊരു ആചാര്യര്, നമുക്കറിഞ്ഞിട്ടുള്ള ഒരു ഭക്തനല്ല, ഒരു സന്യാസി, ഹിസ് ഹോളിനെസ് ജയപതാക സ്വാമി. അദ്ദേഹം ഈ ആക്സിഡന്റ്, അദ്ദേഹത്തിന് ചെറിയൊരു സ്ട്രോക്ക് ഉണ്ടായി. ആ സമയത്ത് ഞങ്ങളെല്ലാവരും ചെന്നൈയിലായിരുന്നു. മഹാരാജനെ ചെന്നൈയിലായിട്ട് കൊണ്ടുവന്നു. അപ്പോളോ ഹോസ്പിറ്റലിലാണ് അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നത്. അപ്പൊ നമുക്കെല്ലാവർക്കും ടേണില്
അദ്ദേഹത്തിന് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ടേൺ ലഭിച്ചിരുന്നു. അതായത് ഞങ്ങൾ 2 പേര് നൈറ്റ്, 2 പേര് അതായത് ഫുൾ നൈറ്റ്, 2 പേര് രാവിലെ, 2 പേര്, ഇങ്ങനെ മാറി മാറിയിട്ട് 2-3 പേരുകൾ ഉണ്ടായിരിക്കും ഓരോരോ സെക്ഷനായിട്ടും. അപ്പോ ഇദ്ദേഹം ഉറങ്ങുകയാണ്. ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ക്ലിക്കർ ഉണ്ട്. കാരണം അദ്ദേഹത്തിന് ഒരു സൈഡ് പാരലൈസ് ആയി കഴിഞ്ഞു. അദ്ദേഹത്തിന് മാലയിൽ നാമം ജപിക്കാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ ക്ലിക്കർ ഉണ്ട്. ഈ ക്ലിക്കർ ഇങ്ങനെ രാത്രി ഉറങ്ങുകയാണ്, പക്ഷെ ക്ലിക്കർ ഇങ്ങനെ ക്ലിക്ക് 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 എന്നുള്ള സൗണ്ട് കേൾക്കാൻ സാധിക്കും. അതായത് നാമം ജപിച്ചിട്ട് അത് പ്രസ് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് വരുന്നല്ലോ, അതേമാതിരി ഉണ്ടായിരിക്കും. നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹം ഉറങ്ങുകയാണ്. അപ്പൊ അവരുടെ അവബോധ മനസ്സിൽ നാമം ജപം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവര് ഈവൻ ദോ ഉറങ്ങുകയാണെങ്കിൽ പോലും ആ ക്ലിക്കർ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊണ്ടേയിരിക്കും. ഇത് നമ്മൾ ഓരോ ഭക്തന്മാരും ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത് ഓട്ടോമാറ്റിക്കലി നമ്മളിൽ വരും. അപ്പോ സദാസമയം ഭഗവാനെ സ്മരിക്കുക. ആ കൃഷ്ണ അവബോധം, കൃഷ്ണ കോൺഷ്യസ് എന്നാണ് പറയുന്നത്. അതായത് സദാസമയം ഭഗവാനെ സ്മരിച്ചുകൊണ്ടേയിരിക്കണം. യേന കേന പ്രകാരേണ, അത് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചിലവ് ഉറക്ക നാമം ജപിക്കാം, അല്ല മനസ്സിൻ്റെ ഉള്ളിൽ നാമം ജപിച്ചേക്കാം. ഇപ്പൊ വീട്ടിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉറക്കണ നാമം ജപിക്കേണ്ട തെറ്റൊന്നും നമ്മുടെ വീട്ടിലല്ലേ, അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ട് നമുക്ക് നാമം ജപിക്കാം. പക്ഷേ സദാസമയം ആ കൃഷ്ണനെ കുറിച്ചിട്ടുള്ള അവബോധത്തിലായിരിക്കണം നമ്മൾ ഇരിക്കേണ്ടത്. ഇനി നാമം ജപിക്കണം എന്നില്ല, ഭഗവാന്റെ ലീലകൾ ആലോചിച്ചാലും മതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കണം. പ്രഭു, അതെ. പലപ്പോഴും തോന്നിയിട്ടുണ്ട് ക്ലിക്കറോ അല്ലെങ്കിൽ മാല ഇല്ലാതെയോ ചൊല്ലുമ്പോഴാണ് കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ കിട്ടണേന്ന് തോന്നിയിട്ടുണ്ട്. അത് തെറ്റാണോ ശരിയാണോ എന്ന് കുറച്ചുകൂടെ നമ്മൾ ഇൻവോൾവ് ആവണ മാതിരി തോന്നാറുണ്ട്. ഈ നമ്മൾ മാല വെച്ച് കഴിഞ്ഞ് നമ്മൾ ചില സമയത്ത് ഭഗവാന്റെ മുമ്പിൽ നിന്നോ അല്ലെങ്കിൽ ചില സമയത്ത് അങ്ങനെ തോന്നാറുണ്ട് പലപ്പോഴും. കുറച്ചുകൂടെ ഇത് ചില സമയത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് തോന്നിയതാണ് പ്രഭു. നമ്മൾ അങ്ങനെ ചില സമയത്ത് അങ്ങനെ തോന്നാറുണ്ട്. തെറ്റാണോ എനിക്കറിയില്ല. അത് ഹരേ കൃഷ്ണ മാതാജി, എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. പക്ഷേ നമുക്ക് ആചാര്യന്മാര് ഒരു പ്രോസസ്സ് തന്നിരിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരു മാല നമ്മൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ, ഇത് പ്രാക്ടീസ് ആണ് കേട്ടോ. നമുക്കൊരു മാല ഇങ്ങനെ ചാൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചുമ്മാ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കരുത്. ആ മാല ഇങ്ങനെ നമ്മൾ നന്നായിട്ട്, ആ മാലയിൽ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ ഉണ്ടാവണം, ആ മണിയിൽ. ഇപ്പൊ നമ്മൾ നാമം ജപിക്കുകയാണെങ്കിൽ ഒരു മണി പിടിച്ചിട്ട് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, അതിങ്ങനെ നമ്മൾ പുറകോട്ട് നിൽക്കുന്നു. അപ്പൊ ഇതില് മെക്കാനിക്കൽ ആവുമ്പോൾ നമുക്ക് ടേസ്റ്റ് കിട്ടില്ല. അതില് മെക്കാനിക്കൽ അല്ലാതെ ആവുമ്പോൾ പൂർണ്ണമായിട്ടും, അതായത് നമ്മൾ ചിന്തിക്കുകയാണ് അതായത് ഇത് മനസ്സിന്റെ ഒരു കളിയാണ്. ഞാന് ഭഗവാന്റെ തിരുനാമമാണ് ചൊല്ലുന്നത്, മനസ്സെ എന്നെ ഇതിൽ നിന്നും വ്യതിചലിപ്പിക്കരുതേ എന്ന്. അതാണ് ഞാൻ പറഞ്ഞ ഈ പ്രാർത്ഥന ആദ്യം ഉണ്ടാവണം. ഈ പ്രാർത്ഥന വന്നു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് നാമം ജപിക്കാൻ സാധിക്കും. മാലയിൽ തന്നെ ആലോചിച്ചു നോക്കൂ, ഹരിദാസ് ഠാക്കൂർ 3 ലക്ഷം തവണയാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചുകൊണ്ടിരുന്നത്. ആ 3 ലക്ഷം തവണയും മാലയിൽ തന്നെയാണ് കേട്ടോ, തനിയല്ല. മാനസിക ഉണ്ട്, ഇല്ല എന്നില്ല. പക്ഷെ ശബ്ദം, അതായത് ഈ ചാൻഡിങ് തന്നെ 3 തരത്തിൽ നമ്മൾ മെയിനായിട്ട് പറയാറുണ്ട്. വാചിക്, അതായത് വളരെ ശബ്ദത്തോടു കൂടിയിട്ട് നാമം ചൊല്ലുന്നത്, മൈൽഡായിട്ട് ചൊല്ലുന്നത്, പിന്നെ മനസ്സിൽ മാത്രം ചൊല്ലുന്നത്. പക്ഷെ നമുക്കിപ്പോ മനസ്സിൽ മാത്രം ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങിപ്പോവും. അപ്പൊ കുറച്ച് സോഫ്റ്റായിട്ട് നമ്മൾ നാമം ചൊല്ലുന്നതിന്റെ ഫലമായിട്ട് തീർച്ചയായിട്ടും നമുക്ക് കോൺസെൻട്രേഷൻ വരുത്താൻ ശ്രമിക്കണം. ഇനി മാലയില്ലാതെ ചൊല്ലുമ്പോൾ വരുന്നുണ്ടെങ്കിൽ അതും നല്ലത് തന്നെയാണ്, തെറ്റൊന്നുമല്ല.
അതും വൺ ടൈപ്പ് ഓഫ് ചാൻഡിങ് തന്നെയാണ്. പക്ഷെ കൂടുതലായിട്ട് നമ്മുടെ പ്രിസ്ക്രൈബ്ഡ് നമ്പേഴ്സ് വളരെ ശ്രദ്ധയോടുകൂടി മാലയിൽ ചൊല്ലാൻ ശ്രമിക്കുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുവാണ്. അപ്പൊ ആക്ച്വലി ഇന്ന് പറഞ്ഞ പോയിന്റുകളെല്ലാം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമുക്ക് വേണ്ട കാര്യങ്ങൾ